ജിനേട്ടാ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടാ ജിനി? ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. ഞാനിതേ നല്ലപോലെ എൻജോയ് ചെയ്താ ചെയ്യുന്നത്. ജിനേട്ടാ മക്കളെ വിളിച്ചോളത്തിയോ? 2 പ്രാവശ്യം വിളിച്ചതാ. അങ്ങനെ വിളിച്ചാൽ അവർ എണിക്കില്ലേ ജിനേട്ടാ? സ്നേഹത്തോടെ തലോടി വിളിച്ചാലേ അവർ എണിക്കൂ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ വിളിച്ചിരുന്നേപ്പിക്കാവേ. മക്കളെ സ്കൂളിൽ പോണ്ടേ? ഇവിടെ എന്താ പറ്റിയേ? എന്താ സുമി, ഞാൻ അവരെ വിളിച്ചു നിർത്തിയതാന്നേ. ഞാനേ പിള്ളേർക്കുള്ള ടിഫൻ റെഡിയാക്കട്ടെ. റെഡിയാക്കുമ്പോഴേ അനുവിന് തൈരും മെഴുക്കുവരട്ടിയും അച്ചാറും ഒന്ന് വച്ചേക്കണേ. ആ, അതുപോലെ ബിജുവിന് മുട്ട പൊരിച്ചതും മോര് കാച്ചിയതും പപ്പടവും ഒന്ന് വച്ചേക്കണം കേട്ടോ. ആ എല്ലാം പറഞ്ഞ ഓക്കെ. നീ പെട്ടെന്ന് റെഡിയാകാൻ നോക്കുന്നേ. പിള്ളേർ പോയി കഴിഞ്ഞാൽ ഉടനെ ഓഫീസിൽ പോകാനുള്ള അല്ലേ കേട്ടോ. ഒരുത്തിന് മുട്ട പൊരിച്ചതും പപ്പടം പൊടിച്ചതും അച്ചാറും, മറ്റവന് മെഴുക്കുവരട്ടിയും മുട്ട പുഴുങ്ങിയതും അച്ചാറും പരിപ്പ് ചാറും. തേങ്ങാ കൊല. ചുമ്മാതല്ല ഇവൾ ഓഫീസിൽ പോകാൻ വൈകുന്നത്. പിള്ളേരെ ഓരോന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. അച്ഛാ എൻ്റെ സോപ്പ് ഉണ്ടോ? ആ നോക്കട്ടെ. എടാ നിന്റെ വില നോക്കാനുണ്ടോ ഇനി? എൻ്റെ സോക്സ് നോക്കണം. ഞാൻ തന്നെ നോക്കണോടാ. അയ്യോ വേണ്ടേ. അയ്യോ എന്ന് എനിക്കും വേണ്ടേ. ചേട്ടാ മക്കളുടെ യൂണിഫോം തേച്ചോ? ആ ഇപ്പൊ ചെയ്യാം. ഒരാൾ എന്തൊക്കെ ചെയ്യണം. അമ്മ ബൈ ബൈ. ബൈ ബൈ മക്കളെ. സീ യു. സൂക്ഷിച്ചു പോണം കേട്ടോ. സുമി, സമയം ഒരുപാടായി. ഇപ്പൊ പെട്ടെന്ന് പോവാം. സുമി ഇവിടെ ഇതേ മെനകെട്ട മാനേജരാ, പെട്ടെന്ന് കയറി. എൻ്റെ സുമി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ വീട്ടുജോലി എന്ന് പറഞ്ഞാലേ നിസ്സാരമായിട്ട് തോന്നും. എന്നാൽ അങ്ങനെയല്ല. വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഈ ഓഫീസിലെ ജോലിയും വീട്ടിലെ ജോലിയും നീ ഇതുവരെ ഒറ്റയ്ക്കാണ് ചെയ്തത്. നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. ജിനേട്ടാ, ഈ വീട്ടുകാര്യങ്ങൾ ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ആ എനിക്കത് മനസ്സിലായി. നമ്മുടെ കുട്ടികളെ കൂടി ഇത് പഠിപ്പിച്ചെടുക്കണം. അവരുടെ ഭാവി ജീവിതത്തിന് ഇത് ഗുണം ചെയ്യും. ആ കാര്യം ഞാൻ ഏറ്റു. മൊത്തം സീനാടാ. ഒരു സീനില്ല ഏട്ടാ, നമുക്ക് പണിയെടുക്കാം.